ഏവർക്കും സ്വാഗതം. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന ഡോക്ടർ CJ റോയ് പരാജയപ്പെട്ടോ അതോ പരാജയപ്പെടുത്തിയോ? പരാജയപ്പെട്ടോ പരാജയപ്പെടുത്തിയോ? ഇതാണ് നമ്മുടെ ചോദ്യം. കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനായിരുന്ന ഡോക്ടർ CJ റോയ് പരാജയപ്പെട്ടോ പരാജയപ്പെടുത്തിയോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അദ്ദേഹം ഏറ്റവും അവസാനമായി ചെയ്തു എന്ന് കരുതപ്പെടുന്ന ഏതാണ്ട് 4 ദിവസം മാത്രം പഴക്കമുള്ള ഒരു ചെറിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. അതിനുശേഷം ചില ചിന്തകൾ, ഇത് സംബന്ധമായ ചിന്തകൾ വെളിപ്പെടുത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. Dear friends, good afternoon. Wish you all a very happy 77th Indian National Republic Day. This is a great day in each one of our lives. So wishing you and your family again a very, very happy Republic Day. Take care. Bye-bye. Dear friends, good afternoon. അപ്പോൾ അദ്ദേഹം റിപ്പബ്ലിക് ഡേ ദിന ആശംസകൾ മലയാളിയുടെ സ്വന്തം ഭാഷയായ ഇംഗ്ലീഷിൽ അവതരിപ്പിക്കുകയാണ്. അത് മലയാളിയുടെ ഇംഗ്ലീഷ് തന്നെയാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്. പക്ഷെ അതല്ല നമ്മുടെ ചിന്താ വിഷയം. അദ്ദേഹത്തെ ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു, ചിലർ പറയുന്നു ED റെയ്ഡ് ചെയ്തു. ഈ കാലത്ത് എന്താ നടന്നത് എന്ന് കൃത്യമായി അറിയാൻ വളരെ പ്രയാസമാണ്. ഏതായാലും ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു. അതേതാണ്ട് 1.5 മാസമായിട്ട് അവർ വളരെ കൃത്യനിഷ്ഠയോടെ ഇദ്ദേഹത്തിൻ്റെ പുറകെയാണ്. പല വിധത്തിലുള്ള രേഖകൾ ആവശ്യപ്പെട്ടു. റെയ്ഡിന് പുറകെ റെയ്ഡ്. അവസാനം എല്ലാ റെയ്ഡും അവസാനിപ്പിക്കാനായി ഡോക്ടർ CJ റോയ് കണ്ടുപിടിച്ച മാർഗമാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ എടുത്ത് സ്വന്തം നെഞ്ചിലേക്ക് ഉണ്ടകൾ പായിക്കുക എന്നുള്ളത്. അത് അദ്ദേഹം ചെയ്തു. അദ്ദേഹം മുക്തി പ്രാപിച്ചു എന്നതാണ് നമുക്കുള്ള വിവരം. ഇതിനെപ്പറ്റി പലവിധമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക എന്നത് എൻ്റെ കടമയോ പാരമ്പര്യമോ അല്ലാത്തത് കൊണ്ട് ആരും സൂചിപ്പിക്കാത്ത 1-2 ചിന്തകൾ മാത്രം ഇത് സംബന്ധമായി നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കാനും ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് എൻ്റെ പരിമിതമായ ലക്ഷ്യം. ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുന്നത് വിഹിതമോ? ആത്മഹത്യ ചെയ്യുന്നത് നല്ലതാണോ? അതേതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കാവുന്നതാണോ? ഇത് തീർച്ചയായും എല്ലാവരുടെയും മനസ്സിൽ വളരെ മൂർച്ചയോടെ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി 1-2 കാര്യങ്ങൾ. പ്രധാനമായും മലയാളത്തിൽ വളരെ അർത്ഥവത്തായ വാക്കാണ്. ഇംഗ്ലീഷിൽ സൂയിസൈഡ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ എത്രയോ അർത്ഥഗാംഭീര്യമാണ് ആത്മഹത്യ എന്ന വാക്ക്. ഇങ്ങനെയുള്ള ഒരു നടപടിയിൽ കൂടെ, അല്ലെ തീരുമാനത്തിൽ കൂടെ, ആ തീരുമാനത്തിൽ നിന്ന് ഉദിക്കുന്ന ക്രിയയിൽ കൂടെ ഒരു വ്യക്തി ചെയ്യുന്നത് അവൻ്റെ ആത്മാവിനെ കൊല്ലുകയാണ്. ആത്മഹത്യ, ആത്മ എന്ന് പറഞ്ഞാൽ സ്വയം എന്ന അർത്ഥവുമുണ്ട്. പക്ഷെ ആത്മഹത്യ, ആത്മാവിൻ്റെ ഹത്യ, murder of one's own soul എന്ന ഒരു ധ്വനി ഇവിടെ ഉണ്ട്. അത് വളരെ അർത്ഥവത്താണ് എന്നെനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഉദിക്കുന്ന ചോദ്യം, ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്തു എന്നതിനെപ്പറ്റി 2 പക്ഷമില്ല. പക്ഷേ 2 പക്ഷം വരാവുന്ന ഒരു വശം ഇതിനുണ്ട്. അതെന്താണ്? ഡോക്ടർ CJ റോയ് നടത്തി
ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ആത്മഹത്യ എന്ന പ്രക്രിയ ആരംഭിച്ചത് എപ്പോഴാണ്? നാം എപ്പോഴും ഒരു പ്രക്രിയയുടെ അന്തിമ ഭാഗത്തെ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അത് ജേർണലിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ പത്രം വായിക്കുമ്പോൾ ഇന്നയാളെ കുത്തിക്കൊന്നു. അപ്പോൾ ആ പത്രത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പത്ര റിപ്പോർട്ട് എഴുതുന്ന മാധ്യമ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തി പിറന്നത് ആ നിമിഷത്തിലാണ്. പിറന്നു, കുത്തിക്കൊന്നു. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരു വലിയ ജീവിതമുണ്ട്, 2 ജീവിതങ്ങളുണ്ട്. അതിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് അറിയാൻ നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല. അതറിയാനോ അറിയിക്കാനുള്ള താല്പര്യം ഒരു മാധ്യമ സുഹൃത്തുക്കളുമില്ല. ഇത് മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകമായ പരിമിതിയാണ് എന്ന് പൊതുജനം തിരിച്ചറിയേണ്ട ഒരു അത്യാവശ്യം. എൻ്റെ എളിയ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയുടെ ആത്മഹത്യ പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ല. അതിൻ്റെതായ ചരിത്രവും പശ്ചാത്തലവും യുക്തിയും ന്യായവും നിമിത്തവും എല്ലാം ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഒരു അന്വേഷണ ബുദ്ധി വളർത്തിയെടുക്കുക വളരെ അഭികാമ്യമാണ് എന്ന ഒരു ചെറിയ ആശയം മാത്രമേ ഞാൻ ഇവിടെ ഇപ്പോൾ തൽക്കാലം അവതരിപ്പിക്കുന്നുള്ളൂ. ഇതിനേക്കാൾ വളരെ അധികം പറയാനുണ്ട്. പക്ഷേ അതിനുള്ള സമയം ഇതല്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റിവെക്കുകയാണ്. നാം എടുക്കുന്ന ഓരോ തീരുമാനങ്ങളിലും, നാം എടുക്കുന്ന ഓരോ ചുവടുകളിലും ചില സാധ്യതകൾ മറഞ്ഞിരിപ്പുണ്ട് എന്നത് തിരിച്ചറിയുക ഒരു വ്യക്തി പ്രാപിക്കേണ്ട പക്വതയുടെ ഒരു പ്രധാനപ്പെട്ട സാരാംശമാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കട്ടെ. മനുഷ്യജീവിതത്തെ വേണമെങ്കിൽ ഒരു ചെസ് കളിയോട് സാമ്യപ്പെടുത്താം. ചെസ് കളിക്കുക. നമുക്കറിയാം, ചെസ് ബോർഡിൽ കരുക്കളുണ്ട്. കളി ആരംഭിക്കുമ്പോൾ അനേക സാധ്യതകളുണ്ട്. കളി തുടരുന്നു. ഓരോ കരുക്കളും മാറ്റി മാറ്റി മുൻപോട്ട് പോകുന്നു, പുറകോട്ട് പോകുന്നു, ഇടത്തോട്ട് പോകുന്നു, വലത്തോട്ട് പോകുന്നു. അതിന് തന്ത്രമനുസരിച്ച് കളി മുൻപോട്ട് പോകുകയാണ്. പക്ഷേ ഈ കളി പുരോഗമിക്കുന്നതോറും മനസ്സിലാക്കേണ്ടത്, ഓരോ ചൂട് വയ്ക്കുന്തോറും സാധ്യതകൾ കുറഞ്ഞു വന്ന് അവസാനം സാധ്യതകൾ പരിപൂർണമായി അസ്തമിച്ച് രാജാവിന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ആയിത്തീരുന്നതിൻ്റെ ഇംഗ്ലീഷിലെ പേരാണ് ചെക്ക് മെയ്റ്റ് എന്ന് പറയും. ചെക്ക് മെയ്റ്റ്. രാജാവിന് ഗത്യന്തരമില്ലാതാകുമ്പോൾ കളി തീരുന്നു. ഇതാണ് ചെസ്സിൻ്റെ അർത്ഥം. മനുഷ്യ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കളി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ചെസ്സാണ്, ചതുരംഗമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു സംശയവുമില്ല, മടിയുമില്ല. മനുഷ്യ ജീവിതം ഒരു ചതുരംഗ കളിയാണ്. ഞാനതും കൂടുതലായി വിശദീകരിക്കുന്നില്ല. കാരണം ഈ കൂട്ടായ്മയിൽ, ഈ യൂട്യൂബ് കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഏവരും ബൗദ്ധികമായി വളരെ പക്വതയുള്ളവരും ചിന്താശക്തി വളരെയധികം വളർത്തുവാൻ കൂട്ടാക്കിയിട്ടുള്ളവരുമാകയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന ആശ്വാസം ഞാൻ എനിക്ക് തന്നെ നൽകുകയാണ്. അപ്പോൾ ഇതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമതായി സാന്ദർഭികമായി പറയുമ്പോൾ അതുകൊണ്ട് പറഞ്ഞ് നിർത്താൻ പോവുകയാണ്, ദീർഘിപ്പിക്കുന്നത്. ഡോക്ടർ C.J. റോയ് വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള, വളരെ കഴിവുറ്റ, വളരെ ജനസമ്മതനായിരുന്ന അനേകം ആളുകളുടെ ജീവിതത്തിൽ താങ്ങും തണലും കൈത്താങ്ങുമായിരുന്ന, പല സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും നിർലോഭം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, കൈ തുറന്ന് സഹായിച്ചിട്ടുള്ള ഒരു മാന്യ വ്യക്തിയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയാകുന്നത്. എനിക്ക് അദ്ദേഹവുമായി യാതൊരു പരിചയവുമില്ല. എന്നാൽ ചില കാര്യങ്ങൾ കണ്ടും കേട്ടും വായിച്ചും ഒക്കെയുള്ള അറിവുള്ളതിൽ നിന്ന്, പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ ഇപ്രകാരം പറയുകയാണ്. അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വളരെ അധികം നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ്. ഞാൻ ഇദ്ദേഹത്തെ ആദ്യമായി ശ്രദ്ധിക്കുന്നത് സ്റ്റാർ സിംഗർ എന്ന പരിപാടി അദ്ദേഹം സ്പോൺസർ ചെയ്ത് 1 കോടി രൂപ വില വരുന്ന
ഒരു അപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ജേതാവിന് കൊടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് കിട്ടിയത് ജോബി എന്ന് പറയുന്ന വളരെ നിർധനനായ ഒരു യുവാവിനാണ്. അതെന്നെ നന്നേ സന്തോഷിപ്പിച്ചു. ജോബിയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇപ്പോഴും ജോബിയുടെ പഴയ പാട്ടുകൾ കേൾക്കാറുണ്ട്. അപ്പം ആ നിർധനനായിരുന്ന യുവാവിന് ഒരു നല്ല വീട് ലഭിക്കാൻ ഇടയാക്കിയ ഡോക്ടർ CJ റോയിയോടുള്ള എൻ്റെ വ്യക്തിപരമായ ബഹുമാനവും സന്തോഷവും വളരെ വൈകിട്ടാണെങ്കിൽ പോലും ഞാനിപ്പോൾ അറിയിക്കുകയാണ്. പരേതനായ CJ റോയിയുടെ ആത്മാവിന് ഞാൻ ശാന്തി നേരുന്നു. പക്ഷെ അങ്ങനെ നേരുന്നത് കൊണ്ട് വലിയ അർത്ഥമില്ല എന്നെനിക്കറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാൻ പറയുന്ന ഒരു വാചകം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുകയിൽ മാത്രമാണ് അത് അടിയുറച്ച് നിൽക്കുന്നത് എന്നറിയാമെങ്കിലും നമ്മുടെ ഇടയിൽ താലിപ്പുകൾ ഉള്ളത് കൊണ്ട് അത് ചെറുതെങ്കിലും പാലിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയാണ്. ഫലിച്ചാലും ഇല്ലെങ്കിലും നേരുകയാണ്. എനിക്കിനി പ്രധാനമായിട്ട് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോടൊപ്പം ചേർന്ന് ചിന്തിക്കാൻ. ഡോക്ടർ CJ റോയ് ഈ കടുങ്കൈ ചെയ്യണമായിരുന്നോ വേണ്ടയോ? അദ്ദേഹം ഇപ്രകാരം ജീവൻ ഒടുക്കുവാൻ തീരുമാനിച്ചത് പരാജയം സമ്മതിച്ചിട്ടാണോ, അല്ല ആരെയെങ്കിലും പരാജയപ്പെടുത്താനാണ്? ഇത് എൻ്റെ എളിയ അഭിപ്രായത്തിൽ നാം ഉയർത്തേണ്ട ചോദ്യം തന്നെയാണ്. ഇതിന് പശ്ചാത്തലമൊരുക്കുന്നതിന് വേണ്ടി ചരിത്രത്തിൽ നിന്ന് ഞാനൊരു സംഭവം അതൊരു പുസ്തകത്തിൽ വിശ്ലേഷണം ചെയ്തതിനെ ആസ്പദമാക്കി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന ഒരു എഴുത്തുകാരനാണ് ഫ്രഞ്ച് ഫിലോസഫറായിരുന്ന ഓൾബേ കമ്യൂ. ALBERTCAMUS, പ്രൊനൗൺസ്ഡ് ഓൾബേ കമ്യൂ. അദ്ദേഹത്തിൻ്റെ ദ മിത്ത് ഓഫ് സിസിഫസ് എന്ന പുസ്തകം, ദ മിത്ത് ഓഫ് സിസിഫസ്, അതിൻ്റെ ആരംഭത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ഗലീലിയോയുടെ അവസ്ഥയെ പറ്റിയാണ്. ഗലീലിയോയ്ക്ക് ഒരു ശാസ്ത്രജ്ഞ എന്ന നിലയിൽ തൻ്റെതായ ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അന്നത്തെ കത്തോലിക്ക സഭയുടെ വിശ്വാസം അല്ലെങ്കിൽ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ലോക ദർശനത്തിൽ നിന്ന് വ്യത്യസ്തമാകയാൽ സഭ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അസഹിഷ്ണുത പാലിക്കുന്നത് അതിൻ്റെ ഉത്തമമായ ദൈവികമായ കടമയാണ് എന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ട് ഗലീലിയോയ്ക്ക് ഒരവസരം നൽകി. എന്താണ്? ഒന്നിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മരണം സ്വീകരിക്കുക. ഭൂമി സൂര്യന് ചുറ്റുമാണോ, സൂര്യൻ ഭൂമിക്ക് ചുറ്റുമാണോ? ഇപ്പോൾ തീരുമാനിക്കും. അപ്പോൾ ആ ഒരു വലിയ പ്രതിസന്ധിയിൽ വലിയ പ്രതിസന്ധിയിൽ ഗലീലിയോ അവനറിഞ്ഞ ശാസ്ത്രീയമായ സത്യം അവൻ്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിൻവലിച്ചു. താൻ പറഞ്ഞത് സത്യമാണെങ്കിലും തെറ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ മരണത്തിൽ നിന്ന് സ്വയത്തെ രക്ഷിച്ചു. ഈ സംഭവം ഉദ്ധരിച്ചിട്ട് ഓൾബേ കമ്യൂ ഉയർത്തുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വകഭേദമാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് അവതരിപ്പിച്ചത് എന്ന സത്യസന്ധമായി സൂചിപ്പിക്കട്ടെ. കമ്യൂ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന ഗലീലിയോ അങ്ങനെ മനഃപൂർവ്വം കള്ളം പറഞ്ഞത്, അതായത് തനിക്ക് വളരെ കൃത്യമായി അറിയാവുന്ന സത്യം നിരാകരിച്ച് സഭയുടെ നിർബന്ധമനുസരിച്ച് പച്ചക്കള്ളം പറയുവാനായി മനസ്സ് കാട്ടിയത് ഏതെങ്കിലും വിധത്തിൽ ന്യായീകരിക്കാൻ ഒക്കുമോ? അത് അധാർമികമല്ലേ? അല്ല, അത് ധാർമ്മികമാണ് എന്ന് കരുതുവാൻ എന്തെങ്കിലും പഴുതുണ്ടോ? ഈ ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ആ ചോദ്യം ഉയർത്തിയിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തോട് എനിക്ക് അല്പം യോജിപ്പുണ്ട്.
ഞാൻ ഈ സംഭവം എന്തുകൊണ്ട് സൂചിപ്പിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്നെ കേൾക്കുന്ന അനേകർ ഏറെ നാൾ കഴിയാതെ ഈ സംഭവത്തെ, ഇതിനോടനുബന്ധമായ ഒരു സാഹചര്യം ഭാരതത്തിൽ ആകാൻ പോകുന്നത് കൊണ്ട് ഓർക്കാനിടയാകും. അന്നൊരു പക്ഷേ ഞാൻ ഉണ്ടാവില്ല, എന്നാൽ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ ആശിക്കുകയാണ്, അല്ല ആശംസിക്കുകയാണ്. അപ്പോൾ ആൽബർട്ട് കമ്യൂ എന്താ പറയുന്നത്? അങ്ങനെ ഒരു വളരെ ദുഷ്കരമായ, വേദനാജനകമായ ഒരു തീരുമാനമെടുക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ ഗലീലിയോ എന്ത് തീരുമാനിക്കണം, എന്ത് നിലപാടെടുക്കണം എന്ന് നിശ്ചയിക്കാൻ അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ ലോകത്തിൽ മറ്റാർക്കും അവകാശമില്ല. കാരണം മറ്റാരും ഗലീലിയോ അല്ല. തൻ്റെ ജീവന് എന്ത് വിലയാണ് കൊടുക്കേണ്ടത്, തൻ്റെ ജീവനിൽ ഇനിയുള്ള കാലങ്ങളിൽ എന്ത് സാധ്യതയാണ് താൻ കാണുന്നത്? കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, നിങ്ങൾ ഗലീലിയോയുടെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ സ്ഥാപിക്കുക. നിങ്ങളുടെ സഭ നിങ്ങളുടെ കൊങ്ങായ്ക്ക് പിടിച്ചിട്ട് പറയുകയാണ്, നിങ്ങളിപ്പോൾ പറയുന്ന കാര്യം സത്യമാണ്, ശരിയാണ് എന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിലും സഭയോടുള്ള വിധേയത്വത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന കള്ളമാണെന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. നിങ്ങളെ കൊല്ലാനുള്ള അധികാരം സഭയ്ക്ക് അന്നുണ്ടായിരുന്നു, ഇപ്പോഴുണ്ട് എന്ന് കരുതുക. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന് ലോകത്തിൽ മറ്റാർക്കെങ്കിലും നിങ്ങളെ ബോധ്യപ്പെടുത്താനോ അതിനുവേണ്ടി നിങ്ങളെ നിർബന്ധിക്കുവാനോ സാധ്യമല്ല എന്നതാണ് ആൽബർട്ട് കമ്യൂവിൻ്റെ അഭിപ്രായം. കാരണം എന്താണ് പറയുന്നത്? കാരണം നിങ്ങളിലുള്ള സാധ്യതകൾ എന്താണ്? ഇപ്പം നിങ്ങൾ വലിയ കഴിവുള്ളവനായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ സത്യം കണ്ടുപിടിച്ചത്. പക്ഷെ ആ ഒരു സത്യം കണ്ടുപിടിച്ചത് കൊണ്ട് നിങ്ങളുടെ സാധ്യതകൾ അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും എന്തെല്ലാം സാധ്യതകൾ ബാക്കി കിടക്കുന്നു. ആ സാധ്യതകൾ വെളിപ്പെട്ടു വന്നാൽ മാനവരാശിക്കാകമാനം അതുകൊണ്ട് വലിയ നേട്ടവും അനുഗ്രഹവും ഉണ്ടാകും. എന്നാൽ അതേസമയം തന്നെ നിങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ച ഒരു കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം ഇന്ന് അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നാൽ അതാണോ നല്ലത്? അല്ല താൽക്കാലികമായി പിന്മാറിയിട്ട് സ്വന്തം ജീവനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിശ്വസിക്കുന്ന സത്യം പുറന്തള്ളിക്കൊണ്ട്, ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വലിയ വലിയ നിധികൾ അവ യാഥാർത്ഥ്യമാണെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് കൊണ്ട് മനുഷ്യരാശിയുടെ പൊതുവായ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി വരുന്ന കാലങ്ങളിൽ നിർലോഭം വിളമ്പിക്കൊടുക്കാം എന്ന ഒരു പ്രതിഷ്ഠയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന തീരുമാനം താൽക്കാലികമായി എൻ്റെ ജീവനെ സംരക്ഷിക്കുന്നതാണ് മനുഷ്യരാശിയോട് എനിക്ക് കാട്ടാവുന്ന ഏറ്റവും വലിയ നീതി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അതിനെ കുറ്റം വിധിക്കാൻ ലോകത്തിലാർക്കും കഴിയുകയില്ല എന്നതാണ് ഫ്രഞ്ച് ചിന്തകനായിരുന്ന ആൽബർട്ട് കമ്യൂ അദ്ദേഹത്തിൻ്റെ ദ മിത്ത് ഓഫ് സിസിഫസ്, അത് ഒരു ഗ്രീക്ക് മിത്തോളജിയെ ആസ്പദമാക്കിയാണ് ദ മിത്ത് ഓഫ് സിസിഫസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം അതിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നിപ്പോൾ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. താല്പര്യമുള്ളവർ അത് ഫ്രീ ആയിട്ട് നെറ്റിൽ നിന്നെടുത്ത് വായിക്കാവുന്ന. അപ്പോൾ ഇവിടെ നാം ഇനിയും ഡോക്ടർ CJ റോയിലോട്ട് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് വേണമായിരുന്നുവെങ്കിൽ തൻ്റെ ജീവനെ രക്ഷിക്കാമായിരുന്നു. അതിന് വളരെ എളുപ്പമുള്ള ഒരു വഴി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ കിറ്റക് സാബു ചെയ്ത ആ ഒരു അവലംബിച്ച ആ ഒരു മാർഗം, അല്ലെങ്കിൽ ബംഗാളിലെ ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരായ ചില ആളുകൾ അഴിമതി കേസിൽ പിടിച്ചപ്പോൾ അവർ കണ്ടുപിടിച്ച മാർഗം, അല്ല ഈ അടുത്തയിടെ മരിച്ചുപോയ പവാർ, അജിത് പവാർ
അദ്ദേഹം 70,000 കോടി രൂപ മോഷ്ടിച്ചു എന്ന് BJP, പ്രത്യേകിച്ച് അമിത്ഷാ ആരോപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന ദേവേന്ദ്ര ഫഡ്നവീസ് ആരോപിച്ചിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, നിങ്ങൾ ജയിലിനകത്ത് കിടന്ന് ചക്കി പീസ് എന്ന് പറഞ്ഞാൽ പരുത്തിക്കുരു ആട്ടുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയിരുന്ന അവസ്ഥയിൽ പെട്ടെന്ന് അദ്ദേഹം BJPയോടുകൂടി ചേർന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു. അങ്ങനെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം വളരെ ലളിതമായി ഒരു തൊടാവുന്ന ദൂരത്തിൽ, കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ നിൽക്കുമ്പോൾ ഈ കടുങ്കൈ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് വിചാരിക്കുന്നു? ഇത് ഡോക്ടർ CJ റോയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല എന്നത് വളരെ വളരെ തിട്ടമാണ്. അദ്ദേഹം ഈ ലോകത്തിൽ വസിക്കുന്നയാളാണ്, എല്ലാം അറിയാവുന്നയാളാണ്. തന്ത്രം അറിഞ്ഞും പ്രയോഗിച്ചും പയറ്റിയും നല്ല പരിചയമുള്ള വ്യക്തി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ആ വഴിക്ക് പോകാഞ്ഞത് എന്നതാണ് ഈ സംഭവം എന്നിൽ ഉണർത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു സൂചന നൽകുന്നുവോ ഇല്ലയോ എന്ന് എൻ്റെ മനസ്സിൽ ഒരു നേരിയ ചോദ്യം നിൽക്കുന്നുണ്ട്. അതായത്, അങ്ങനെ സർവ്വരോഗ സംഹാരിണിയായ ഈ ഒരു മാർഗം, അതായത് BJPയിൽ ചേർന്നാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അതെത്ര ജഠിലമാണെങ്കിലും പെട്ടെന്ന് അവസാനിച്ച് കിട്ടും എന്ന ഈ എളുപ്പമാർഗം സ്വീകരിക്കുന്നതിനേക്കാൾ ചാകുന്നതാണ് നല്ലത് എന്ന ഒരു സൂചന CJ റോയിയുടെ ഈ കടുങ്കൈയിലുണ്ടോ ഇല്ലയോ എന്നത് എൻ്റെ മനസ്സിൽ പൊന്തി വന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യം വളരെ വിനയത്തോടെ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യുക എന്ന് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ഏതാണ്ട് പൂർത്തീകരിച്ചു എന്ന ഒരു വിശ്വാസത്തിൽ, ധാരണയിൽ, ആശ്വാസത്തിൽ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആത്മഹത്യയെ പിന്തുണയ്ക്കുന്നുവെന്നോ, അത് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ആർക്കെങ്കിലും അംഗീകരിക്കാൻ യോഗ്യമായ ഒരു മാർഗമാണെന്നോ വിദൂരമായി പോലും സൂചിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ആത്മഹത്യയിൽ വിശ്വസിക്കുന്നില്ല. അവസാനം വരെയും ജീവനെ വിലമതിക്കുകയും യേശു പറഞ്ഞതുപോലെ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും എന്ന പ്രമാണത്തെ വളരെ മുറുക്കെ ഇറക്കി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ആരും ആത്മഹത്യ ചെയ്യണമെന്ന യാതൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇങ്ങനെ ഒരു നേരിയ ചോദ്യം എവിടെയോ എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ, പണ്ട് ഇടിവെട്ടി മഴ പെയ്യുമ്പോൾ ആദ്യ മഴയിൽ കുമിളുകൾ പൊന്തി വരുന്നത് പോലെ എൻ്റെ മനസ്സിൽ എവിടെയോ നങ്കുരിച്ചു. അത് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ ഉള്ളവൻ ഈ വീഡിയോ ചെയ്തതാണ്. ദയവായി പൊറുക്കണം, മാപ്പ്, മാപ്പ്, മാപ്പ്.